നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ്-19 ലോകത്തിന്റെ പല ഭാഗത്തുമായി പടർന്നു വരികയാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പുലർത്തിപ്പോരുന്നത്. ഇപ്പോഴത്തെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മരണം 5 ലക്ഷം കടക്കാമെന്ന ഒരു പുതിയ പഠനം ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ശക്തമായ മുൻകരുതൽ നടപടികൾ എടുത്തില്ലെങ്കിൽ കൊറോണ വൈറസ് മൂലം ബ്രിട്ടനിൽ കുറഞ്ഞത് 5 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന പുതിയ പഠനത്തിന്റെ വെളിച്ചത്തിൽ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് സർക്കാർ. US-ൽ ഈ സംഖ്യ കുറഞ്ഞത് 22 ലക്ഷമെങ്കിലും ആകാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ വ്യക്തമായി പറയുന്നു. ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ മാത്തമാറ്റിക്കൽ ബയോളജി പ്രൊഫസർ നീൽ ഹെർഗുസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തിയത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട് തിങ്കളാഴ്ച മുതൽ UK-യിൽ സാമൂഹികമായി അകലം പാലിക്കൽ, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ശക്തമായി നടപ്പാക്കി തുടങ്ങിയിരുന്നു. 70 മുകളിൽ പ്രായമുള്ളവർ ഐസൊലേറ്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ രോഗമെന്ന സംശയമുള്ളവരെ മാത്രമായിരുന്നു ഐസൊലേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് നടപ്പാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ദുഷ്കരമായ കാലഘട്ടമാണ് മുന്നിലുള്ളതെന്നും പരിണിതഫലം ഗൗരവകരമാണെന്നും സംഘത്തിലുണ്ടായിരുന്ന കോളേജിലെ ഗ്ലോബൽ ഹെൽത്ത് എപ്പിഡമിയോളജി വിദഗ്ധൻ ടിം കോൾബൺ പറയുകയും ചെയ്തു. ഈ പഠന റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് സർക്കാർ എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ എടുത്തത്. ഒപ്പം കൊറോണയെ എങ്ങനെയും പ്രതിരോധിച്ചു നിർത്താൻ ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ സിനിമാ പ്രദർശനങ്ങൾ നിർത്തിവെച്ചു. സാംസ്കാരിക പരിപാടികളും അനുവദിക്കുകയില്ല. ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഹോട്ടലുകളിലെയും പാർക്കുകളിലെയും ഉല്ലാസ പരിപാടികൾ, കായികമേളകൾ, ഇലക്ട്രോണിക് ഗെയിമുകൾ എന്നിവയ്ക്കും വിലക്കുണ്ട്. വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, പരിശീലന പരിപാടികൾ എന്നിവ നിരോധിക്കുകയും ചെയ്തു. സലൂൺ ജീവനക്കാർ മാസ്കുകളും കയ്യുറകളും ധരിക്കണം. സലൂണുകളിൽ ഹാൻഡ് സാനിറ്റൈസറുകൾ നിർബന്ധമായും ഉണ്ടാകണം. ഷോപ്പിംഗ് മാളുകളിലെ ട്രോളികൾ ഉപയോഗശേഷം കഴുകി വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും വേണം. കോവിഡ് വെല്ലുവിളികൾ നേരിടാൻ പരസ്പര സഹകരണവും വിട്ടുവീഴ്ച മനോഭാവവും സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വെളിപ്പെടുത്തുകയുണ്ടായി. പുതിയ സാഹചര്യത്തിൽ ജീവിത ശൈലികളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. ഒപ്പം വെല്ലുവിളികൾ നേരിടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കാര്യക്ഷമതയും എമിറേറ്റിലുണ്ടെന്നും കൗൺസിൽ യോഗത്തിൽ പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.